ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപം പ്രകാശനവും യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. ഭാഗവത ആചാര്യന്മാർ പോലും ഞാൻ ആരും കുറ്റം പറയല്ല, ടീച്ചറേയും കുറ്റം പറയല്ല. പൊതുവിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഭാഗവതം ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള എനിക്കൊരു സപ്താഹാദികൾ എനിക്കൊരു തോന്നുന്നു. അതുപോലുള്ള തോന്നൽ എനിക്ക് കുറച്ച് കാലമായി തോന്നാൻ തുടങ്ങി. ഭാഗവത സപ്താഹം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന യാഗങ്ങളടക്കം അതെല്ലാം ഒരു കമേഴ്ഷ്യൽ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണോ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടത്. അപ്പോൾ പല കാര്യങ്ങളും ഞാനിപ്പോൾ അത്തരം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പല സാധനങ്ങളൊന്നും ഞാൻ ഒഴിവാവില്ല പതിവ്. കാരണം നമുക്ക് യോജിച്ചു പോകാൻ പറ്റാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭാഗവത സപ്താഹം നടത്തുന്നു, അല്ലെങ്കിൽ ദൈവീ ഭാഗവതം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഒന്ന്, നമ്മളിൽ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭക്തി വിശേഷങ്ങൾ, അല്ലെങ്കിൽ ആ ഭക്തിയുടെ പ്രാധാന്യം, അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് വായിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്തരം സപ്താഹങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന പല സംഗതികൾ, ഒരു ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, വളരെ ശോഷിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം, അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ട് നടത്തണമെന്നാണ് ഞാൻ പറയാം. കാരണം അവിടെ ധാരാളം ആളുകൾ വരണം. ആളുകൾ വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരിക്കപ്പെടണം. അവിടെ നിത്യനിദാനങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അപ്പോൾ ഓരോ യാഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് വെച്ചാലും അതൊന്നും നമ്മൾ ധാരാളം അല്ലെങ്കിൽ ഭക്തന്മാരവിടെ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൽ വരുന്ന ബാക്കി മിച്ചം വരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ നിത്യനിദാനത്തിനായിട്ടോ ചിലവഴിക്കണം എന്നാണ് ഞാൻ പറയും. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി KM സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭാഗവത സപ്താഹയജ്ഞം നമ്മളുടെ ചടങ്ങാണ്. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ചടങ്ങാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗുരു ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചു. അതുകൊണ്ട് ടീച്ചർ വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തുള്ള ഒരാളാണ് അടികൾ. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഭാഗവത സമർപ്പണം നടത്തി. ശാരദാ ചന്ദ്രൻ നിറപറ സമർപ്പിച്ചു. മല്ലിക രവീന്ദ്രൻ കലവറ നിറച്ചു. പറവൂർ ഉഷ ചിദംബരം ഭാഗവത പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി CK രാമു, ട്രഷറർ പ്രേംകുമാർ, PRO KR സത്യൻ, വിശ്വംഭരൻ പ്രദീപ്, മാതൃസമിതി പ്രസിഡന്റ് ലത പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ, ട്രഷറർ രാജി ശ്രീധരൻ തുടങ്ങി മാതൃസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ഭാഗവത സപ്താഹം മെയ് 21 സമാപിക്കും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.